അങ്ങനെ ഞാൻ കുളിച്ചൊക്കെ ഒരുങ്ങി വേഷം കെട്ടിട്ടോ. ഇനി എവിടേക്ക് പോകണം, നമുക്ക് അവർ വണ്ടിയായിട്ട് വരും, അപ്പം ഞാൻ പോകണം. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു ഞാൻ വേഷം കെട്ടിയത്. രാത്രിയല്ല, ഒരു 3 മണി 3:30 ആയിട്ടുണ്ട്. അമ്മയും കുട്ടികളും പാവം സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ആദ്യം ധ്യാനവും അമ്മയും കൂടെ കിടന്നുറങ്ങുകയാണ്. ഞാൻ എല്ലാ ഐഡിയയിൽ കൂടെ പോയി വീഡിയോ എടുത്താൽ അമ്മ കണ്ടാൽ ചിലപ്പോൾ ചീത്ത അറിയും, എന്തിനാ ഇതൊക്കെ എടുത്ത് ചോദിച്ചിട്ട്. ചെക്കന്മാരെ യൂണിഫോമൊക്കെ ഞാൻ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചാലപ്പുറത്തു നിന്നാണ് പോകുന്നത്. ചാലപ്പുറത്ത് നിന്ന് ഇവിടെ തന്നെയല്ലേ ഇവർക്ക് പോയിട്ട് ശീലം. അങ്ങനെ മാറുമ്പോൾ ഒരു കൺഫ്യൂഷനാണ്. എന്തായാലും ഞാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. പാവ അച്ഛൻ അവിടെ നിന്ന് കൊണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം 4 മണിക്ക്. അങ്ങനെ ഞങ്ങൾ കോളനിയിലേക്ക് അച്ഛനെ കൊണ്ടാക്കി. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, എന്നാലും ഞങ്ങളൊരു വണ്ടിയൊക്കെ വിളിച്ചിട്ടാണ് പോകുന്നത്. സൗമ്യയും അബി, ജി ചേച്ചി, സിത്തു, സൗമ്യ അവരൊക്കെ ഒരുമിച്ചിട്ട് എന്നെ കൂട്ടി. എന്നിട്ട് ഞങ്ങൾ നേരെ അവിടെ ചെറുവണ്ണൂരുമ്പോൾ ആരുണ്ട്, സൂക്ഷ്മിയുണ്ട്, അവളെയും കൂട്ടിയിട്ട് വേണം പോകാൻ. മഴ മീൻസ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ മഴ ഇങ്ങനെ ചാറുന്നുണ്ട് കേട്ടോ. എന്നാലും ഞാൻ 2021 പോയത്. പിന്നെ ഞാൻ 3 കൊല്ലം എനിക്ക് ഇവരുടെ കൂടെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴാണ് എനിക്ക് പോകാൻ പറ്റിയത്. കിച്ച് വരുന്നു കൂട്ടരെ. അങ്ങനെ ഇത് ഞാൻ വോയിസ് ഓവർ രാത്രി കേട്ടോ കൊടുക്കണേ. അങ്ങനെ ഞങ്ങൾ സോഷ്മീനെ കൂട്ടിയാന്ന് ഞാൻ വീഡിയോ എടുത്തില്ല. സോഷ്മീനൊക്കെ കൂട്ടി ഞങ്ങൾ കുറച്ച് ദൂരം പോയ സമയത്ത് എല്ലാവർക്കും ഒന്ന് ഒരു കട്ടൻ ഒരു ചായ കുടിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്ത് ഇറങ്ങി. അവിടുത്തെ മനുഷ്യന്മാരൊക്കെ നോക്കുക, ഈ 7 പോലത്തേക്ക് ഇങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടിട്ട് എവിടെയൊക്കെ ആയിട്ടുള്ള പോകണമെന്നുള്ള ചിന്തയായിരിക്കാം, ആരെയും കുറ്റം പറഞ്ഞൂടാ. അപ്പോൾ ഞാൻ എൻ്റെ മുടിയുടെ ബാക്ക് കാണിക്കാൻ വേണ്ടി ചേച്ചിയോടൊന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ അവിടെ നിറച്ചു ആൾക്കാർ, ആണുങ്ങളാട്ടുള്ളത്. ഞങ്ങൾ ഈ വേഷം എല്ലാവരും എൻ്റെ മേലൊക്കെ കണ്ട കൂട്ടരെ മഴയായിട്ട് നനഞ്ഞതാണ്. എല്ലാവരും വേഷം അബീനറിയാലോ, അബീൻ്റെ പുറമൊന്നും ഇല്ല. കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞെട്ടിപ്പോകും. അങ്ങനെയാണ് പുറം ഒരു കഷ്ണം തുണി ആയിക്കൂടി പോയിട്ടേ ഉള്ളൂ അബീൻ്റെ ബ്ലൗസിൻ്റെ മുകളിൽ. സൗമ്യൻ്റെയും അതെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നിൽക്കുമ്പോൾ ചുറ്റുള്ള ആണുങ്ങളൊക്കെ നോക്കിക്കുക. കുറ്റം പറയാനേ വയ്യ കൂട്ടരെ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആ കത്തി പച്ച ഈ വേഷം കണ്ടിട്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അവിടെ നിന്ന് ഞങ്ങൾ നല്ലൊരു കാപ്പിയും പഴംപൊരിയൊക്കെ കഴിച്ചു. പിന്നെ അവിടെ നിന്ന് കുറേ കുഞ്ഞി കുറിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്കാണ് കേട്ടോ കൂട്ടുകാരെ പോണത്. പക്ഷേ ഞങ്ങൾ പോകുമ്പോൾ ദൈവ സാഹചര്യം ഞങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് ഇന്ന് വരെ പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ അമ്പലത്തിലേക്ക് തന്നെയാണോ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ മനസ്സ് നല്ലതാണ് കൂട്ടരെ, അതുകൊണ്ടാണ്. വേഷങ്ങൾ നോക്കണ്ട. അപ്പോഴത്തേക്ക് സിത്തുവിൻ്റെ കമ്മലിന് എന്തോ പറ്റിയിട്ട് അവിടെ എല്ലാവരും കൂടി നിന്നിട്ട് കമ്മലിട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് എന്തൊക്കെയോ കുറേ വർത്താനമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പെരുമഴ പെയ്യുന്നുണ്ട്. ഞങ്ങൾ അപ്പുറത്തുനിന്ന് ഡ്രൈവർ, നല്ലൊരു തങ്കം പോലത്തെ ഒരു ഡ്രൈവറെ ഞങ്ങൾക്ക് കിട്ടിയിട്ടൊരു പാവം മനുഷ്യൻ. അയാൾ ഞങ്ങൾ ദൂരെ നിന്ന് വീക്ഷയ്ക്ക് പേടിയുണ്ട്. ചോദിച്ചാൽ ഈ രാത്രി വരെ ഞൈറ്റുകളുടെ കൂടെ എങ്ങനെ പോകും, ഞങ്ങളൊരു കോലൊക്കെ കണ്ടിട്ടേ. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര നേരെ തൃപ്രയാറ. കോരിച്ചൊരിഞ്ഞ മഴ, ഒടുക്കത്തെ മഴ. അപ്പം ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. കാരണം എന്താ വെച്ചാൽ നനഞ്ഞൊട്ടി. ഞാൻ നിർബന്ധിച്ചിട്ട് എല്ലാവരും സാരി എടുത്തത്. സൗമ്യം സാരി എടുക്കണം എന്ന് വിചാരിച്ചിട്ട് തോന്നുന്നു. ഞാൻ സാരി ഉടുക്കുള്ളൂ, എനിക്ക് അമ്പലത്തിലേക്ക് പോകുമ്പോൾ സാരി ഉടുക്കണം നിർബന്ധം പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും സാരി എടുത്തു. പെരുമഴയായിട്ട് ഇനി മേലൊക്കെ നനഞ്ഞ ഇറ്റുകളൊക്കെ കൂടെ എൻ്റെ മേലേക്ക് തല തിന്നാൻ വരും കൂട്ടരെ. അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അവിടെ എത്തണ വരെ കുറിച്ചിട്ടൊക്കെയാണ് പോയത്. ഞങ്ങൾ അമ്പലത്തിൽ കയറുമ്പോൾ നല്ലോണം വായൊക്കെ കഴുകിയിട്ടാട്ടോ പോയത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കില്ല ഇങ്ങനെ തിന്ന്, അങ്ങനെയൊന്നുമില്ല. മനസ്സ് നന്നായി മതി, ബാക്കി നമുക്ക് എന്തായാലും തരാറില്ല അത്രയ്ക്കോ. അങ്ങനെ ഞങ്ങൾ കുറേ കഥയും വർത്താനമൊക്കെ പറഞ്ഞു. പാവം ഡ്രൈവറൊക്കെ മിണ്ടാതെ, കുറച്ചൊരു ഏജായിട്ടുള്ള ആളാണ്. അപ്പം ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഏജായിട്ടുള്ള ആൾക്കാരാകുമ്പോൾ അവർക്ക് ഇറിറ്റേഷൻ ആകുമെന്ന്. പക്ഷേ അയാൾ അതായത് ഒന്നിലേക്കില്ല, അയാൾ പ്രത്യേകിച്ച് അഭിപ്രായം പറയാനൊന്നുമില്ല. പക്ഷെ നല്ല സുന്ദരി ഡ്രൈവർ, ഭയങ്കരമൊക്കെ ഇഷ്ടപ്പെട്ടു. ഒരു ഇതുമില്ല, നല്ല ഡ്രൈവിങ്ങും, റോഡ് മീൻസ് നല്ല കാമായിട്ടുള്ള ഡ്രൈവിങ്, അത്യാവശ്യം സ്പീഡും ഉണ്ട്, ഒന്നുമല്ല. അങ്ങനെ ഒരു സുന്ദരമായ ഡ്രൈവർ. ഞങ്ങൾ പുഴയിലൂടെയാണ് കുറച്ച് നേരം യാത്രയായത് കൂട്ടരെ. എമ്മാരി വെള്ളമായിരുന്നു റോട്ടിലൊക്കെ. ശരിക്കും പേടിച്ചു. ഇനി തൃപ്രയാർ എത്തുമ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. അങ്ങനെ വെള്ളം റോട്ടിൽ നിങ്ങൾ നോക്കി, എമ്മാരി വെള്ളമായിരുന്നു വെച്ചിട്ടാ. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത്, എനിക്ക് അധികം ട്രാവൽ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ വയ്യ. ഫോൺ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വരും. അങ്ങനെ ഞങ്ങളൊരു പുഴയിലൂടെ യാത്രയായിരുന്നു കുറച്ച് നേരം. നല്ല മഴയായിരുന്നു, അവിടെ എത്തണ വരെ ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ ഇത് കണ്ടോ, പുഴ തന്നെ. പിന്നെ അവിടെ നോക്കുമ്പോൾ ഒരു സുന്ദരി അമ്പലം, ഏതാ അമ്പലം എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പിന്നെ ഞങ്ങൾ കുറച്ച് വഴി തെറ്റി. 4 അമ്പലത്തിൽ പോയപ്പോഴും 4 പ്രാവശ്യം ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്നും വഴി തെറ്റി. എന്താണെന്നറിയില്ല, ആ ഡ്രൈവർ ചിലപ്പോൾ വർത്താനമൊക്കെ കേട്ടിട്ട് ഒന്ന് ഇതായി പോയതായിരിക്കും, പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ തൃപ്രയാർ എത്തി. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്തായാലും തൊഴാൻ പറ്റും, വളരെ മനോഹരമായിട്ട് തന്നെ, ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ ഞങ്ങളവിടെ ഇറങ്ങി, മഴ ഇല്ല. ഞങ്ങളോട് ഇവിടുന്ന് പോണവരൊക്കെ പറഞ്ഞു, നോക്കിക്കോ നിങ്ങൾ പൊട്ടന്മാരെ, ഇപ്പോൾ ഭയങ്കര തിരക്കാണ്, എത്രയോ മണിക്കൂർ ക്യൂ നിന്ന് നോക്കിയാൽ പറഞ്ഞത്. അബീൻ്റെ പുറം നോക്കൂ കൂട്ടരെ, ഒരു വലിയ സിനിമ മുഴുവൻ എഴുതാം സ്ക്രിപ്റ്റ് ഓളെ പുറത്ത്, അമ്മാരി വീതി. അങ്ങനെ ഞങ്ങൾ വഴിവക്കിൽ നിന്നും എന്ത് വാങ്ങിച്ചു, മുല്ലപ്പൂ വാങ്ങിച്ചു. ഓൾറെഡി സൗമ്യേൻ്റെ തലയിൽ നിങ്ങൾ കണ്ടോ ചെട്ടിപ്പൂവൊക്കെ വെച്ചിട്ടാണ് ഓൾ വന്നത്. ഞങ്ങളെല്ലാവരും മുല്ലപ്പൂ മേടിച്ചു വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ പറയാൻ വന്ന തൃപ്രയാർ
ഇതിന് മുന്നേ ഞാൻ പോയ സമയത്തൊക്കെ തിരക്കുണ്ട്, ഇവർ പോയപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്, ക്യൂ ഒക്കെ നിന്നിട്ടുണ്ടെങ്കിൽ കൂടി ഇങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയത് ആരുമില്ല, എല്ലാവരും കൂടെ കൂടി ഒരു 10 ആൾക്കാരുണ്ടായാലായി. നമ്മൾ തൊട്ട വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ സാധാരണ ദിവസങ്ങളിൽ പോകുമ്പം അതിപ്പോൾ ഉത്സവ സീസണേ അല്ല കേട്ടോ ഞാൻ പറയുന്നത്, സാധാരണ ദിവസത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന തിരക്ക് അത്രയേ ഉള്ളൂ തിരക്ക്. ഞങ്ങൾ സുന്ദരമായിട്ട് ഞങ്ങൾ തൊഴുതു. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഭഗവാൻ നിന്നില്ലേ, അതാണ്. അപ്പം ഞങ്ങളുടെ മനസ്സ് നന്നായിരുന്നു. കൂട്ടർ എങ്ങനെ വേഷം കെട്ടി പോയാലെന്താ, ഞങ്ങൾ കൂടെ ദൈവം നിന്നു. അപ്പം ഞങ്ങൾ അവിടുന്ന് മുല്ലപ്പൂ വെക്കണമൊക്കെ കുറച്ച് ദൃശ്യങ്ങൾ അഭിനയമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എവിടെയും പോകുമ്പോൾ ഞങ്ങൾ ഒന്ന് ചമഞ്ഞിട്ടാണ് പോവുക, നോക്കിയിട്ട് കാര്യമില്ല, ഒരുപാട് നെഗറ്റീവ്സൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങളിങ്ങനെ പോവും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, ഞങ്ങളിങ്ങനെ പോവും, ഒരുങ്ങിയിട്ടേ പോവും, ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കുക, അങ്ങനെയാണ് ഞങ്ങൾ. അങ്ങനെ ഇവിടെ അടുത്ത് ഞാൻ അബീൻ്റെ അടുത്ത് പറഞ്ഞു, അബി എനിക്കൊന്ന് പൂ വയ്ക്കൂ, ഒന്ന് വീഡിയോ എടുക്കൂ, എന്തെങ്കിലും പാട്ടൊക്കെ കുത്തി കയറ്റി ഇടാമല്ലോ നമുക്ക്. അങ്ങനെ ഞങ്ങൾ വളരെ മനോഹരമായി ഭഗവാനെ തൊഴാൻ പോവാണ്. ഈ പുറങ്ങൾ കണ്ട് നിങ്ങൾക്ക് മടുക്കും, ഞാൻ എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുക്കുകയാണല്ലോ, എൻ്റെ വീഡിയോ എടുക്കാൻ ആരുമില്ല. അങ്ങനെ അമ്പലത്തിനുള്ളിൽ കയറി അസലായിട്ട് തൊഴുതു ചുറ്റമ്പലത്തിനുള്ളിൽ കടന്നപ്പോഴുണ്ട് ആനപ്പിണ്ടം. എനിക്ക് എന്തൊക്കെയോ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തു, എന്തൊക്കെയറിയില്ല. ഞാനത് പറഞ്ഞപ്പോൾ ഇവരൊക്കെ ചിരിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ ആനപ്പിണ്ടം എന്തായാലും എടുക്കും, കുറേ കാലത്തിന് ശേഷമാണ് ഇത്രയും ആനപ്പിണ്ടം ഒരുമിച്ച് ഞാൻ കാണുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ആനപ്പിണ്ടം അറിയാതെ നമ്മൾ ആനപ്പിണ്ടം പോയി ചവിട്ടിപ്പോയി കഴിഞ്ഞാൽ, കാണാതെ ചവിട്ടിക്കഴിഞ്ഞാൽ നിറച്ചും മുടി ഉണ്ടാവും ഇത്രേ, അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. അങ്ങനെ ഞങ്ങൾ അസലായിട്ട് തൊഴുതു. പിന്നെ തൊഴുത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അസുഖമുണ്ട്, അപ്പം തന്നെ വീഡിയോ എടുക്കണം. ആരുമില്ല, നിങ്ങളൊന്നും അമ്പലത്തിലേക്ക് നോക്കൂ, ആരുമില്ല. ഞങ്ങൾ അസലായിട്ട് ഭഗവാനെ തൊഴുതു കേട്ടോ. നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ പുറത്തെത്തി വീഡിയോ ഒക്കെ എടുക്കാം, മീൻസ് ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ ഒക്കെ നിന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ മീനൂട്ടിന് പോയി. മീനൂട്ട് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, കുളത്തിൽ പുഴയിലും ഭയങ്കര നിറച്ചും വലിയ മീനുകളുണ്ട്. കണ്ടോ, ഇവരെ പുറമെ എങ്ങനെ കാണും, ഇന്ന വീഡിയോ എടുക്കാൻ ആരുമില്ല, ഞാൻ സെൽഫി വീഡിയോ എടുക്കണം എന്നാൽ അവർക്കൊരു ചിന്ത വേണ്ടേ, എൻ്റെ വ്ളോഗിൽ ഞാൻ വേണം എന്നുള്ളൊരു ചിന്ത വേണ്ട, ഇല്ല. ഇടയ്ക്ക് തലയ്ക്കൊക്കെ അവിയൊക്കെ എടുത്തൊന്നുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. എന്നാലും കൂടുതൽ എൻ്റെ വ്ളോഗിൽ നിങ്ങൾ എന്നെ കാണുന്നേക്കാളും കൂടുതൽ എൻ്റെ ഫ്രണ്ട്സിനെയും എൻ്റെ ഫാമിലിയെയും നവില്ലേ കൂട്ടരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അതാണ് അവിടെ ഉള്ള ആൾക്കാർ മുഴുവൻ ചോദിക്കുന്നുണ്ട്, സീരിയലിന് വന്നാണോ, സീരിയൽ നടിമാരാണോ എന്നൊക്കെ. സൗമ്യേൻ്റെ തലയൊക്കെ കണ്ടിട്ട് ആൾക്കാർ ബോധം കെടുന്നതിന് ചെട്ടിപ്പൂവൊക്കെ വെച്ചിട്ട് തല എന്താ ചെയ്യുക ഞങ്ങൾ. അങ്ങനെ അവർ പറഞ്ഞു, മീനൂട്ടിന് എന്തായാലും മീനൂട്ട് നിങ്ങൾ കൊടുക്കും നോക്കുക. അവർക്ക് ചിരി വരും ഞങ്ങളെ കണ്ടിട്ട്, കോമഡി ആയിട്ട് തോന്നിയിട്ടുണ്ടാവിക്കല്ലോ. എന്തായാലും വേണ്ടല്ലേ, ഞങ്ങൾ വളരെ ആസ്വദിച്ചു. ഇനിയിപ്പോൾ അവർക്ക് ചിരിച്ചാൽ എന്ത്, ചിരിച്ചില്ലെങ്കിൽ എന്ത്, നമ്മളല്ലേ ഒരുങ്ങി പോണത്, ഐ ഡോണ്ട് കെയർ. അങ്ങനെ വി ഡോണ്ട് കെയർ അങ്ങനത്തെ കാര്യത്തിലൊന്നും. അങ്ങനെ ഞങ്ങൾ അവിടെ അമ്പലത്തിൽ ഇതൊക്കെ ഷീറ്റാക്കി. നിങ്ങൾ ഈ അമ്പലം നോക്ക്, കാണണം നിങ്ങൾ. തൃപ്രയാർ ഭഗവാന്റെ ക്ഷേത്രത്തിൽ കർക്കിടക മാസം രാമായണ മാസത്തിൽ ഞങ്ങൾ തൊഴാൻ പോയപ്പോൾ ആരുമില്ല. അതിൻ്റെ റീസൺ എന്താ, വാവായിരുന്നു ഞങ്ങൾ പോയ സമയം. അതുകൊണ്ട് എല്ലാവരും പ്ലീസ് ദ നോട്ട്, വാവിൻ്റെ സമയത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ സുന്ദരമായിട്ട് നമുക്ക് ഭഗവാനെ കാണാൻ പറ്റും, സുഖമായിട്ട് തൊഴാൻ പറ്റും. അപ്പോൾ മീനൂട്ടിനുള്ള സാധനങ്ങളൊക്കെ റെഡി. പിന്നെ മക്കളെ ഒരു രക്ഷയില്ല, അവിടെ ഒരു അഭിനയം തന്നെയായിരുന്നു. 6 പേരും ഞങ്ങൾ മീനൂട്ട് എന്നാട്ടോ പറയുക, മീനിന് അരി ഇട്ട് കൊടുക്കുക. ഞാനിട്ട് കൊടുക്കുന്നു, അബി ഇട്ട് കൊടുക്കുന്നു, സൗഷ്മി ഇട്ട് കൊടുക്കുന്നു, സൗമ്യ, സിത്തു, ജിജി എല്ലാവരും ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ അവിടുത്തെ മീനിൻ്റെ കുമ്പ നിറഞ്ഞു. ഞങ്ങൾ തന്നെ അരി ഇട്ട് കൊടുത്തിട്ട് ആ മീൻ ഫുൾ വയറ് നിറഞ്ഞിട്ടുണ്ടാവും. അത്രയ്ക്കും അവിടുത്തെ മീനൊക്കെ എന്തൊരു സൈസാ, വലിയ മീനുകൾ കണ്ടോ. ഇതൊരു മത്സരമായിരുന്നു. ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തൊരു കിച്ചിക്കിച്ചാ, നിങ്ങൾക്ക് ഞങ്ങളൊക്കെ എല്ലാവരും അറിയുന്നുള്ള ഞങ്ങളെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് നിങ്ങളെ കണ്ട് മടുക്കും, പലജാതി മീനൂട്ട് കണ്ടേന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഗ്രൗണ്ടിൽ ഇടയ്ക്കിടയ്ക്ക് എന്തായിരുന്നു പറയുക, വെടി വഴിപാട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് മറ്റേ സിനിമ ഓർമ്മ വരും, വലിയ വെടി 1 ചെറിയ വെടി 2 പറയുന്ന സിനിമല്ലേ, അത് ഓർമ്മ വന്നു. പിന്നെ അവിടെ വീണ്ടും അഭിനയം, ആരുമില്ല. അതുകൊണ്ട് നമുക്ക് അഭിനയിക്കാൻ ഇഷ്ടംമാതിരി സ്ഥലമുണ്ട് ആ അമ്പലത്തിൽ നിറച്ചും. അവിടെയൊക്കെ കുട്ടികൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ റെസ്ട്രിക്ഷൻസ് ഇല്ല, ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ പിന്നെ ഓരോരുത്തരും തലങ്ങും വിലങ്ങും അഭിനയിച്ച് തകർത്തു. അമ്പലത്തിൻ്റെ അടുത്തുനിന്നും ഇരുന്നിട്ടും നിന്നിട്ടും നടന്നിട്ടും 2 പേര് വന്ന് നടന്നിട്ടും 3 ആൾക്കാർ ഗ്രൂപ്പായി നടന്നിട്ടും ഇടയിലൊക്കെ വെടി പൊട്ടുന്നുണ്ട്, ഞെട്ടുന്നുണ്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അങ്ങനെ അവിടെ കുറേ നല്ല നിമിഷങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായി. പിന്നെ സോഷ്മിയും പിന്നെ സിത്തും സൗമ്യല്ല അബിയൊക്കെ എന്തൊക്കെയോ വഴിപാടുകളൊക്കെ നേർന്നിട്ട് അവരിങ്ങനെ താലൊക്കെ കൊണ്ട് അമ്പലം ചുറ്റിയ വീഡിയോ ഒക്കെ ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും താലം എടുത്തിട്ട് എന്തോ ഒരു പൂജ, എനിക്ക് എന്താ കറക്റ്റ് അറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എല്ലാ അമ്പലത്തിലും പ്രാർത്ഥിച്ച് ഭണ്ഡാരം ചേർത്തി. അത് ഓരോരുത്തരുടെ വിശ്വാസങ്ങളാട്ടോ, അവരൊക്കെ വഴിപാടുകളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉത്സവത്തിന് ഈ തിരക്കുള്ള സമയത്ത് ഇത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അപ്പം ഞാൻ എൻ്റെ ഇഷ്ടമാട്ടോ പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള കാര്യമാണ് പറയുന്നത്. ഇത് ശരിയാവാം തെറ്റാവാം, പക്ഷേ എൻ്റെ ശരിയാണ്. എന്തായാലും ഈ തിരക്ക് പിടിച്ച സമയത്ത് എനിക്ക് പൊതുവെ അമ്പലങ്ങളിൽ പോകണമെങ്കിൽ ഞാൻ ഈ ഉത്സവത്തിനൊക്കെ എന്തിനാ അമ്പലത്തിൽ പോകണമെന്നൊരു ചോദിക്കുന്ന ഒരാളാണ് ഞാൻ. എന്താ വെച്ച് കഴിഞ്ഞാൽ ആരും ഇല്ലാത്ത അമ്പലത്തിൽ നമുക്ക് എന്തിനാ അമ്പലത്തിൽ പോകണേ, പീസ്ഫുൾ. അതിനാണ് ഇത് നിറച്ചും ബഹളമായി വരുമ്പം
നമുക്കതിനോടൊരു യോജിപ്പില്ല. ഈ തൃപ്രയർ തന്നെ ഇപ്പം ഞാൻ വിചാരിക്കും രാമായണ മാസം അല്ലാത്ത മാസങ്ങളിൽ പോയിക്കൂടെ? ഭഗവാൻ വിചാരിക്കുമോ എന്തിന് നിങ്ങൾ എന്നെ ഇപ്പോൾ കാണാൻ വന്നു, രാമായണ മാസത്തിൽ വരും ഒന്നൊന്നും പറയില്ല. ഇതെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ പോകുന്നു, അപ്പോൾ ഒരു രസം. അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എല്ലാവരും കൂടെ പോകുമ്പോൾ അതൊരു രസമാണ്. പ്രാർത്ഥിക്കുന്നു അതിൻ്റെ കൂടെ, അങ്ങനെയുള്ളൂ ഇത്. കാരണം എന്താ വെച്ചാൽ എനിക്കിത് പൂർണ്ണമായിട്ടൊരു പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് നടക്കില്ല തിരക്കായിട്ട് പോകുമ്പോൾ. എനിക്ക് സമാധാനപരമായിട്ട് അമ്പലത്തിൽ പോകുന്നതാണ് പൊതുവേ ഇഷ്ടം. ഇതിപ്പോൾ എല്ലാവരും കൂടെ പോകുമ്പോൾ അതൊരു രസമാണ്, പോകുമ്പോൾ അതൊരു ഇഷ്ടമാണ്. പ്രാർത്ഥിക്കുന്നുണ്ട്, പ്ലസ് അതൊരു എന്താ പറയുക ഒരു രസം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെയാണ് വഴിപാടുകൾ. ഞാൻ എപ്പോഴും പറയും, നമ്മൾ വലിയ അമ്പലങ്ങളിൽ പോയിട്ട് വഴിപാട് ചെയ്യുമ്പോൾ എന്താ പറയുക, അവർ ചെയ്യില്ല. അവരപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തരുള്ളൂ. അത് മറ്റേ നാൾ ഈ നാൾ എന്നൊക്കെ പറഞ്ഞിട്ട്. കുഞ്ഞ് അമ്പലത്തിൽ പോയി ചെയ്തിട്ടുണ്ടെങ്കിലുള്ള ഒരു വ്യത്യാസം എന്താ പറയുക, അതും ഞാൻ പറയണത് ഓരോരുത്തരുടെ മനസ്സാണ്. നമുക്ക് ആ പൂജാരി അതിൻ്റെ ഉള്ളിൽ പോയിട്ട് മന്ത്രങ്ങളൊക്കെ ചൊല്ലി നമ്മളെ പേരും നാളൊക്കെ ചൊല്ലി എന്തെങ്കിലും പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുമ്പം അതൊരു സാറ്റിസ്ഫാക്ഷനുമാണ് എനിക്ക്. അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ അവിടുത്തെ ലീലാവിലാസങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. വൃത്തിയൊക്കെ ഉള്ള മോശമില്ലാത്തൊരു ഹോട്ടൽ. ഞാൻ പക്ഷേ ദോശയായിരുന്നു പറഞ്ഞിരുന്നത്. ദോശ കഴിച്ചവർക്കൊക്കെ നല്ല പണി കിട്ടി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പുളിച്ച ദോശ, എന്നത്തേന്ന് എനിക്കറിയില്ല. പക്ഷേ അതിന് ശേഷം ഞങ്ങൾ പറഞ്ഞ് അവർ തിരിച്ചു കൊണ്ടുപോയിട്ട് നല്ല പുരി മസാല കൊണ്ടു തന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും യാത്രയിൽ ഞങ്ങൾ അടുത്തത് കൂടൽമാണിക്യം ഭരതസ്വാമീൻ്റെ ക്ഷേത്രത്തിലേക്കാണ് പോയത്. അവിടെ ഇതുപോലെ തന്നെ തിരക്കേ ഇല്ല കൂട്ടരേ, സുസ്മിത സുന്ദരിയിട്ട് ഞങ്ങൾ തൊഴുതു. കാലി നിങ്ങൾ നോക്കൂ, കാലി അമ്പലം സുഖമായിട്ട് തൊഴാൻ പറ്റി. ഇതേമാതിരി പുറം കണ്ടിട്ട് നമ്മൾ ഇവരെ പുറം കണ്ട് നമ്മൾ കൂടൽമാണിക്യ ക്ഷേത്രത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ അതിനുള്ളിൽ കടന്നു, അമ്പലത്തിനുള്ളിൽ. പിന്നെ ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ആദ്യം ഒന്നുകൂടെ പറയട്ടെ, തൃപ്രയാർ നമ്മൾ ശ്രീരാമൻ്റെ അമ്പലമാണ് കേട്ടോ. നമ്മൾ ആദ്യം പോവുക ഏട്ടൻ്റെ അടുത്താണ്, ശ്രീരാമൻ്റെ അടുത്ത് പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വന്നത് ഭരതൻ്റെ അടുത്താണ്. ഭരതൻ്റെ അടുത്ത് വന്നപ്പോഴും ഇത് കണ്ടോ, അത്ര തിരക്കില്ല. ഇതിപ്പോൾ അവിടെ നിൽക്കാനുള്ള റീസൺ നട തുറക്കാൻ പോകണേ ഉള്ളൂ. ഒട്ടും സമയം പാഴാക്കാതെ ഒരു സെൽഫി വീഡിയോ എടുത്തു. കുറച്ച് ചെറിയ തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. ആ തിരക്ക് വെച്ചാൽ കുഞ്ഞി തിരക്കെന്ന് പറയാൻ പറ്റില്ല, ക്യൂ, ആ അമ്പലം തുറക്കണതിൻ്റെ ഒരു ഇത്. പിന്നെ അവിടുന്ന് അസലായിട്ട് സുന്ദരിയായിട്ട് തൊഴുതു. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് സമയം, അതായത് ഇഷ്ടംമാതിരി സമയമുണ്ട്. അവിടുത്തെ അമ്പലത്തിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ടും. ഞങ്ങൾക്ക് വീഡിയോ എടുത്താരൊക്കെ വന്നു. പൊതുവെ എങ്ങനെ അമ്പലത്തിൽ അവർ പറയില്ലേ, അയ്യോ ഇവിടുന്ന് പാടില്ലേ, വേഗം പോയിക്കോളൂ കേട്ടോ, അതില്ല. സുന്ദരമായിട്ട് ഞങ്ങൾ അവിടെ അമ്പലത്തിലൊക്കെ വീഡിയോസൊക്കെ എടുത്തു. ചുറ്റമ്പലത്തിൽ ഭയങ്കര ഭംഗിയുണ്ട് അമ്പലം, ഒരുപാട് സ്ഥലമുണ്ട് അമ്പലത്തിൽ. എന്താ പറയുക, നല്ല പച്ചപ്പായിട്ടുള്ള സുന്ദരമായ സ്ഥലം കണ്ടോ. ഇനി ഞങ്ങൾ നേരെ പോയത് ഊട്ടുപുരയിലേക്കാണ്. അവിടെ എന്താ ഉള്ളത്, കഞ്ഞിയുണ്ട്. ഈ സമയത്തേക്ക് തോന്നുന്നു ഈ 4 അമ്പലത്തിലും കഞ്ഞിയുണ്ട്. കഞ്ഞിയാണ് ഇത്. തൃപ്രയാർ എനിക്ക് കറക്റ്റ് അറിയില്ല. ഞങ്ങൾ കൂടൽമാണിക്യത്തിൽ നിന്നാണ് കഞ്ഞി കുടിച്ചത്. ഫസ്റ്റ് ഞാൻ പോയ സമയത്തും 2021 ഞങ്ങൾ ഇവിടെ നിന്നാണ് കൂടൽമാണിക്യത്തിൽ നിന്നാണ് കഞ്ഞി കുടിച്ചത്. അന്ന് പോയത് എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ പറ്റിയില്ല. രാവിലെ 4 മണിക്ക് എണീറ്റ് ഒരു ചായ പോലും കുടിക്കാതെ ഭഗവാനെ ശ്രീരാമനെ തൊഴുതിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ കൂടൽമാണിക്യത്തിൽ വന്നിട്ട് ഞങ്ങൾ അവിടെയും ഭഗവാനെ തൊഴുത് കഴിഞ്ഞിട്ട് നേരെ പോയത് ഊട്ടുപുരയിലേക്ക്. ആ കഞ്ഞീൻ്റെ സ്വാദ് ഇപ്പോഴും എൻ്റെ നാവിൻ്റെ തുമ്പത്തുണ്ട്. അത്രയും വിശന്ന് വന്നിട്ടുള്ള ആ ഒരു സ്വാദുണ്ടല്ലോ, ഭയങ്കരമായിരുന്നു, അടിപൊളിയായിരുന്നു. ഇത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചൂടുള്ള കഞ്ഞിക്ക് കുറച്ച് പുഴുക്ക്, അത് കഴിഞ്ഞിട്ട് നല്ല നാരങ്ങേൻ്റെ അച്ചാർ, പിന്നെ ഔഷധക്കഞ്ഞി വേണ്ടവർക്ക് അതും ഉണ്ട്. ഞങ്ങൾ സാധാരണ കഞ്ഞി കേട്ടോ കുടിച്ചേ. നല്ല അസലായിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചു. അത് മാത്രവുമല്ല, ഇതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ഞങ്ങൾ പോയ സമയത്ത് നല്ല നെല്ലിക്കേൻ്റെ അച്ചാറായിരുന്നു. കൂട്ടരെയൊക്കെ കൂടെ കഞ്ഞിയിലിട്ട് കുഴച്ച് കുടിക്കാനുള്ളൊരു സുഖം. ഒന്നാമത് കഞ്ഞി എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞി കുടിക്കാൻ. കാരണം എന്താ പറയുക, ഹെവി അല്ല. ഒരു ചോറുണ്ടെന്നതിന് പകരം കഞ്ഞി കുടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സുഖമാണ്. രാത്രിയൊക്കെ, പ്രത്യേകിച്ച് രാത്രി എല്ലാവർക്കും ഇഷ്ടമാവുന്നില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ചെറിയ ചെക്കനും ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം കുടിച്ചിരുന്നു, ആദ്യം വലുതായപ്പം അവന് അത്ര ഇഷ്ടമല്ലാണ്ടേ. കണ്ടോ, ഇതായിരുന്നു ഊട്ടുപുരയിൽ ഞങ്ങൾ പോയപ്പോൾ ഉണ്ടായ ഭക്ഷണം. കഞ്ഞിയൊക്കെ കുടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. ഇത് കണ്ടോ, ആ അമ്പലത്തിൻ്റെ ചുറ്റും എന്തോ ഒരു സ്ഥലമായിരുന്നു എന്നറിയോ, ഭയങ്കര ഭംഗിയായിരുന്നു. ഇത്ര ആളും ഉണ്ടായിരുന്നില്ല. നല്ല മഴക്കാറ്, ഭയങ്കര രസമുള്ളൊരു കാലാവസ്ഥ. നല്ലൊരു, നമുക്ക് തോന്നുന്നു അവിടെ വീഡിയോ ഷൂട്ടും ഈ കല്യാണത്തിനൊക്കെ ഷൂട്ടൊക്കെ ചിലപ്പോൾ അവർ സമ്മതിക്കുന്നുണ്ടാവും കേട്ടോ. അത്ര നല്ല ആൾക്കാർ, എനിക്കിഷ്ടപ്പെട്ടു. അവിടെ പോയിട്ട് അവരൊക്കെ ഭയങ്കര സഹകരണം. എല്ലാവരും വന്ന് ഞങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും. നടയൊക്കെ അടച്ച് അമ്പലം പൂട്ടിയിട്ടും ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. കുറേ നേരം വീഡിയോസും ഫോട്ടോസും എടുത്തിട്ട്. നല്ല കാറ്റുണ്ടായിരുന്നു, മഴ ചാറുന്നുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ ഞങ്ങൾ നല്ലൊരു വീഡിയോ ഒക്കെ എടുത്തു. ഇനി നെക്സ്റ്റ് ഞങ്ങൾ പോണത് എന്താ പറയുക, തിരുമൂഴിക്കുളം ലക്ഷ്മണൻ്റെ അടുത്തേക്കാണ്, ലക്ഷ്മണസ്വാമീൻ്റെ അടുത്തേക്കാണ് പിന്നെ പോണത്. ലാസ്റ്റാണ് ശത്രുഘ്നൻ്റെ അടുത്തേക്ക് പോണത്. അത് എന്തായിരുന്നു സ്ഥലത്തിൻ്റെ പേര്, പായമ്മൽ ശത്രുഘ്നൻ.
ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇത് കൂടൽമാണിക്യത്തിൻ്റെ വലിയൊരു കുളമാട്ടോ, ഭയങ്കര വലിയൊരു കുളം. അവിടുന്ന് ഞങ്ങൾ എന്തൊക്കെയോ കാലൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ എന്തൊക്കെയോ ഫോണിൽ കുറേ എന്തൊക്കെയോ നല്ല നല്ല വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ വെച്ചിട്ട് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങൾ പോയത് ഇത് നമ്മളുടെ തിരുമൂഴിക്കൽ ശ്രീ ആരാണ് ലക്ഷ്മണസ്വാമീൻ്റെ ഭഗവാന്റെ അടുത്തേക്കാണ് പോയത്. ഇവിടുന്ന് അതെന്താ ഇങ്ങനെ കുറേ ദൂരെ ഇരിക്കണം എനിക്കറിയില്ല. എന്താ പറയുക, ആദ്യം ഞാൻ വിചാരിച്ചത് എന്താ പറയുക, ശ്രീരാമൻ്റെ സ്വന്തമായിരുന്നില്ലേ ലക്ഷ്മണൻ, അതായത് ഭയങ്കര ഉറ്റ കൂടെ നിൽക്കുന്നതായിരുന്നല്ലോ നിഴല് പോലെ. പക്ഷെ എന്താ ലക്ഷ്മണൻ കുറച്ച് ദൂരെ പോയിരുന്നേ ആവുമല്ലേ, എനിക്കറിയില്ല. അവിടെ ചുറ്റും അപ്പോൾ അമ്പലം തുറന്നിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ ചുറ്റുമുള്ള ഷോപ്പുകളിലൊക്കെ നോക്കി, അവിടുത്തെ ആൾക്കാർ മുഴുവൻ നോക്കിയിട്ടുണ്ട്. വരെ പുറം കൂട്ടരെ വരെ പുറം വയ്യ, പറഞ്ഞിട്ട് കാര്യമില്ല. ആരായാലും നോക്കി പോകണം. മാത്രം വിശാലമായ ഷോറൂമായിരുന്നു അവരുടെ പുറം. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ ഞാൻ കുറേ അഭിനയിച്ചു, തലങ്ങും അഭിനയിച്ചു. ഈ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഇതിൻ്റെ വേറെ വീഡിയോ ഇട്ട് ഇതിൻ്റെ വയറ് ഫുള്ള് പുറത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് ഇതിലിടാൻ വിചാരിച്ചു. നിറച്ചു കമ്മലും എന്തൊക്കെയോ വാങ്ങി. പക്ഷെ ഞാനൊന്നും വാങ്ങിയില്ല, അങ്ങനെ കുറച്ച് പിശുക്കത്തിയാണ്. വേറെ എന്തൊക്കെയോ വളയൊക്കെ വാങ്ങുന്നുണ്ട്, വെറുതെ എന്തിനാ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കണ്ടോ കാലിയാണ്, ആരുമില്ല. ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം, അതിനുള്ളിൽ ആരുമില്ല. ബാക്കി ലൈറ്റിങ്ങൾ സൗമ്യയും സിത്തും ചേച്ചിയും അവിടെ നിന്ന് എന്തൊക്കെയോ വാങ്ങുന്നുണ്ട്. അബിക്ക് എന്തൊക്കെയോ ഫോൺ വന്നിട്ട് അബി ഉള്ളിൽ കയറി, ഞാനും സോഷ്മിയും കൂടെ ഉള്ളിൽ കയറി. കണ്ട ആരുമില്ല. ഞങ്ങളില്ലേ വെറുതെ ആ ക്യൂ നിൽക്കണ ലൈനില്ലേ, മോട്ടുമൊയിലിന് വഴി കാണിച്ചു കൊടുക്കണ ആ ലൈന് മുഴുവനും വെറുതെ നടന്നിക്കുക. ഞാനും സോഷ്മി. എന്തിൻ്റെ കേട്, ഭ്രാന്ത് നല്ലാണ്ട് എന്ത് പറയുന്നു. വെറുതെ ഞങ്ങളിങ്ങനെ അത് കൂടെയൊക്കെ അങ്ങനെ ആ കമ്പി മുഴുവൻ ചുറ്റി വന്നു. അപ്പോൾ ഇതാണ് ശ്രീ തിരുമൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം. ഇവിടെയും ഞങ്ങൾക്ക് വളരെ തിരക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തപ്പം ലക്ഷ്മണൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്ത് വിചാരിച്ചിട്ടുണ്ടാവും, ഞങ്ങൾ ഇവിടെ ശ്രീരാമൻ്റെ അമ്പലത്തിൽ പോയപ്പോൾ ഞങ്ങൾ അസലായിട്ട് തൊഴുത് പിന്നെ അവിടെ ഫുള്ള് റീലെടുത്തപ്പം ശ്രീരാമൻ വിചാരിച്ചിട്ടുണ്ടാവും പാവല്ലേ പോട്ടെ, ക്ഷമിക്കുമല്ലോ പോട്ടെ എന്ന് വിചാരിച്ചു. ഭരതനും വിചാരിച്ചു സാറിലെ പോട്ടെ കുട്ടികളല്ലേന്ന്. പക്ഷേ ലക്ഷ്മണൻ എന്താണെന്നറിയില്ല, അത്ര ഇഷ്ടപ്പെട്ടില്ല. ഏട്ടൻ്റെ അടുത്ത് പോയിട്ട് വല്ലാണ്ട് ഞങ്ങൾ വീഡിയോ എടുത്തു എന്നുള്ളൊരു ഇതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം നിർത്തിച്ചത് ലക്ഷ്മണനാട്ടോ. ലക്ഷ്മണൻ വിചാരിച്ചിട്ടുണ്ടോ അങ്ങനെ ഇപ്പോൾ വേണ്ട ഒരു റീലെടുക്കൽ എന്തോ തോന്നിയേക്കല്ലോ. കുറച്ച് നേരം ഞങ്ങൾ ക്യൂവിൽ നിന്നു. ക്യൂ ചെറുതാണ്, പക്ഷെ അവിടെ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യിപ്പിച്ചു ലക്ഷ്മണൻ. കുറച്ച് നേരം നിന്നിട്ടൊക്കെ പോയാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഞങ്ങൾ ഭഗവാന്റെ മുന്നിൽ കുറച്ച് നേരം നിന്നു കുറച്ച് നേരം നിന്നു. നട തുറക്കാൻ കുറച്ച് നേരെ തന്നെ എടുത്തു. അല്ലാതെ തിരക്കൊണ്ടല്ല ഞങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടായത്, അവിടെ നട തുറക്കാനായിരുന്നു ബുദ്ധിമുട്ടായത്. കുറേ ഞങ്ങൾ അബീൻ്റെ കുറ്റം പറഞ്ഞിട്ട് എങ്ങനെയോ സമയം ചിലവാക്കി. ആരെയും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ സമയം ചിലവാകുമല്ലോ. അയ്യോ, അതും കഴിഞ്ഞ് ഞങ്ങൾ അവിടെയും തൊഴുന്നതിന് ശേഷം ശത്രുഘ്നൻ്റെ അമ്പലത്തിലേക്ക് വന്നു. പിന്നെ അവിടെ നിന്ന് കുറേ വീഡിയോ എടുത്തില്ല. പിന്നെ എൻ്റെ ബാറ്ററി ഏകദേശം തീരാനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്ത് തീർന്നു. അങ്ങനെ ഈ പ്രാവശ്യത്തെ നാലമ്പല യാത്ര വളരെ മനോഹരമായിരുന്നു. മഴ ഞങ്ങൾക്ക് ഓരോ പ്രാവശ്യവും ഞങ്ങൾ വണ്ടി കയറുമ്പോൾ മാത്രം പെരുമഴ. ഞങ്ങൾ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ മഴയേ ഇല്ല. ഞങ്ങൾ അസലായിട്ട് തൊഴുതു. ഒരു കുഴപ്പവും ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. നന്നായിട്ട് തൊഴാനും പറ്റി. മഴയും ഞങ്ങൾ അനുഗ്രഹിച്ചു, കുഴപ്പമൊന്നുമില്ലാതെ. അങ്ങനെ ഞങ്ങൾ നേരെ ഇവിടുന്ന് പോയിട്ട് ശത്രുഘ്നെ കണ്ടു കഴിഞ്ഞ് വീണ്ടും നമ്മൾ തൃപ്രയാർ തന്നെ പോയിട്ട് തൊഴണം. അങ്ങനെയാണ്. ലാസ്റ്റ് നമ്മൾ ശ്രീരാമനോട് കൂടി പറയണം ഞങ്ങൾ അനിയന്മാരെയൊക്കെ കണ്ടു, ഞങ്ങൾ പോകുന്നു. വേറൊരു കാര്യം പറയാൻ പറഞ്ഞു. ഞങ്ങൾ ഫസ്റ്റ് തൃപ്രയാർ പോകുമല്ലോ, അതിന് തൊട്ടടുത്തൊരു ഹനുമാനുണ്ട്, ഹനുമാൻ്റെ ക്ഷേത്രമുണ്ട് തൊട്ടുമുണ്ട്. അവിടെയും പോയിട്ട് തൊഴണം. അത് തൊഴണം എന്നാണ് അതിൻ്റെ ഒരു രീതി. അപ്പം ഹനുമാനെ തൊഴുതു, ഭരതൻ്റെ അടുത്ത് വന്നു, ലക്ഷ്മണൻ്റെ അടുത്ത് വന്നു, ശത്രുഘ്നൻ്റെ അടുത്ത് വന്നു. വീണ്ടും നമ്മൾ തൃപ്രയാറിലേക്ക് തന്നെ പോയി. അങ്ങനെ ഈ വണ്ടിയിലാണ് ഞങ്ങളുടെ യാത്ര. ഞാൻ ഡ്രൈവറെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടാണ് അവിടുന്ന് എന്താ പറയുക തൃപ്രയാറിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ചുറ്റും ഈ വണ്ടിയിലായിരുന്നു ഞങ്ങളുടെ യാത്ര. മുന്നിൽ ഞങ്ങളുടെ അമ്മ എന്ന് പറയുന്ന സൂക്ഷ്മയാണ് ഇരുന്നത്. കൂടെ ഡ്രൈവറുണ്ട്, ഒരു പാപം പിടിച്ചിട്ട് നല്ലൊരു മനുഷ്യനായിരുന്നു. ഞങ്ങൾ കുറച്ച് ഏജ് ആയിട്ടുള്ള ഒരാൾ. ഒരു ഉത്തരവാദിത്തം ഉണ്ട്, ഒരു അച്ഛൻ എന്നുള്ളൊരു ഉത്തരവാദിത്തം. അയാൾ ഒന്നിലേക്കും ഇടപെട്ടിട്ടില്ല, എന്നാൽ ഞങ്ങൾക്ക് ഇറിറ്റേഷൻ ആയിട്ടുമില്ല. ഞങ്ങളുടെ വർത്തമാനത്തിലൊക്കെ വളരെ മനോഹരമായിട്ട് നിന്നിട്ടുള്ളൊരു പാവം പിടിച്ച മനുഷ്യൻ. അങ്ങനെ തൃപ്രയാർ വീണ്ടും പോയി ഞങ്ങൾ തൊഴുതു. ഉള്ളിൽ കയറി തൊഴുതില്ല, പുറത്തുനിന്ന് ഒന്ന് തൊഴുതു. കാലിയായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ഉള്ളിൽ പോയി തൊഴാത്തതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഞങ്ങൾ വേഗം പോണത് എവിടെ അറിയോ, ഗുരുവായൂർ പോകണം. ഏകദേശം സമയമായി 9:30 10 എപ്പോഴൊന്നും അടക്കില്ലേ. അപ്പം ഞങ്ങൾ നേരെ ഗുരുവായൂർ പോയി. എൻ്റെ കൂട്ടരെ ഗുരുവായൂർ കാലി ഞാൻ ഇത്രയോ കാലത്തിന് ശേഷം ഭഗവാൻ അസലായിട്ട് കണ്ടു. ഓടക്കുഴലൊക്കെ പിടിച്ച് നിൽക്കുന്ന കൃഷ്ണനെ ശീവേലിൻ്റെ തൊട്ട് മുന്നേയുള്ള രൂപത്തിലാണ് ഞങ്ങൾ കാണുന്നത്. വളരെ സന്തോഷമായി. വളരെ നല്ലൊരു യാത്രയായിരുന്നു. ഞങ്ങൾ പ്രാവശ്യത്തെ നാലമ്പല ദർശനം ഭയങ്കര സുന്ദരമായിട്ട് ഞങ്ങൾക്ക് കാണാനൊക്കെ പറ്റി, നന്നായി പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റി. ഞാൻ എപ്പോഴും പറഞ്ഞു, ഇതിൻ്റെ മുന്നേ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു, തിരക്കുള്ള സമയത്ത് നമുക്ക് അമ്പലത്തിൽ പോകുമ്പോൾ വലിയ രസം ഉണ്ടാവില്ല. ഒരു രസത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ പോയതെങ്കിലും ഇപ്രാവശ്യം രസവും ഉണ്ടായി, നന്നായിട്ട് തൊഴാനും പറ്റി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയൊരു ഭാഗ്യം. എല്ലാവർക്കും അങ്ങനെ തന്നെ.
അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരില്ലേ, നമ്മളൊരു സാധാരണ ഉത്സവത്തിലൊരു നമ്മളെ വീട്ടിനടുത്തുള്ളൊരു അമ്പലത്തിൽ പോകില്ലേ, ആ ഉത്സവത്തിന് ഉണ്ടാവുന്ന പകുതി ആൾക്കാരെ ഗുരുവായൂരുണ്ടായിരുന്നുള്ളൂ. അസ്സലായിട്ട് തൊഴാൻ പറ്റി പറഞ്ഞാൽ അസ്സലായിട്ട് ഭഗവാനെ തൊഴാൻ പറ്റി. ശീവേലി കുറച്ച് നേരം കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കാറ് കയറി നേരെ ഞങ്ങൾ പോയത് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് പോയിട്ട് അസലായിട്ട് വെട്ടി വിഴുങ്ങി വീണ്ടും കാറ് കയറി കുറേ കഥയും പറഞ്ഞ് ചിരിച്ച് വളരെ സന്തോഷമായി ഭഗവാന് നന്ദി പറഞ്ഞു. ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ എന്താ പറയുക നാലമ്പല ദർശനം ഇത്രയും വളരെ മനോഹരമാക്കി തന്നതിന്. വേറെ ഫോട്ടോസും വീഡിയോസും ഇതിൽ ആഡ് ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ ഇങ്ങനെ കൊടുക്കുന്നത്, ഒന്നും വിചാരിക്കരുത്. അപ്പോൾ അടുത്ത കൊല്ലം ഞങ്ങൾക്ക് പോകാൻ പറ്റണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരു പൊങ്കാല യാത്ര ഉണ്ടാവും. വീണ്ടും ഞങ്ങളുടെ കത്തിവേഷം കാണാനായിട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ബായ്.